വല്ലാത്ത പാടല്. ആ ഹെൽത്ത് സെന്ററിൽ പോയി ഒരു കൂട്ടും മരുന്ന് മേടിക്കാൻ പറഞ്ഞാൽ കൂട്ടാക്കൂല. ചുമയും കോരയും. എടാ റഫീഖേ, നിന്റെ കാലിലെങ്ങനെയുണ്ട്? കുറവുണ്ടാ? കാല് തീരെ കുത്താൻ പറ്റില്ല. ഇങ്ങനെ പോവുകയാണെങ്കിൽ 2 ആഴ്ച കൂടി റെസ്റ്റ് എടുക്കേണ്ടി വരും. 2 ആഴ്ച? അത് നന്നായി. ചുമ. ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം DIG റിപ്പോർട്ട് നൽകി. ആഹാ, മുക്കിനൊക്കെ എന്തിന്റെ കുത്തിക്കിഴപ്പാണ്? കിട്ടണ മട്ടൻ ബിരിയാണിയും കഴിച്ച് അവിടെ കിടന്നാ പോരെ. സംസ്ഥാനത്തെ സാമൂഹിക ക്ഷേമ പെൻഷനുകൾ കുടിശ്ശിക ഉൾപ്പെടെ ഉടൻ വിതരണം ചെയ്യുമെന്ന് മന്ത്രി. അതോടൊപ്പം തൊഴിൽ രഹിതരായ മക്കൾക്ക് 1 വിഹിതം കൊടുക്കണമെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. അതിന്ന് 10 ഉറുപ്പ്യ കിട്ടുമെന്ന് നീ വിചാരിക്കണ്ട കേട്ടാ. കഴിഞ്ഞ മാസം ഇപ്പം തരാമെന്നും പറഞ്ഞ് നീ മേടിച്ചിട്ട് ഇന്ന് ഈ നിമിഷം വരെ തന്നിട്ടില്ല. എനിക്ക് പാൽക്കാരന് കൊടുക്കണം, പലചരക്കാരന് കൊടുക്കണം, ഞാൻ അവിടെ എടുത്തു കൊടുക്കും. നീ വെറുതെ കള്ളത്തരം പറയണ്ട കേട്ടാ റഹീമേ, കള്ളത്തരം പറയണ്ട നീ. പാപ്പറഞ്ഞ പാപ്പാടെ കൂട്ടുകാരൻ ബഷീറിനെ പോലീസ് പിടിച്ച് മദ്യം കടത്തിട്ട്. എന്നിട്ട് അവൻ ഇടിയെല്ലാം കിട്ടിയോടാ? എന്നിട്ട് എന്ത്? അയാൾക്ക് ഈ ആസ്മരം വലിയ ബുദ്ധിമുട്ടുണ്ടല്ലോ, അത് കാരണം അയാളെ വിട്ടയച്ചു പോലീസ്. എന്ത് വിട്ട് പോലീസാണത്? ഉറക്കവും പോയി. ഈ കല്യാണം വിളിക്കാൻ പോയി. ആർക്കെന്തെങ്കിലും പറ്റിന്ന് പറയുമ്പോ എന്താണ് സന്തോഷം? അപ്പൊ ചുമയില്ല, കൊരയില്ല. ആ എനിക്ക് വേണ്ട നക്കാപ്പിച്ചേ. 45 ഉറുപ്പ്യ തുടങ്ങിയണ്ട, അത് 1500 ഞങ്ങൾ പോലെ പാവങ്ങളെ ഇത് കാത്തിരിക്കുന്നത് എന്നറിയോ? നിന്നെ കാത്തിരിക്കാണ്ട് ജീവിക്കാനുണ്ട. ഞങ്ങൾക്ക് നീ എടുത്തുന്നതേ നല്ലവരായ നേതാക്കന്മാരാണ്ട. വെറുതെ ഞങ്ങൾക്ക് അന്നേകലാണെന്നൊക്കെ വിളിക്കുന്നത്. ഞങ്ങളെ ചങ്കിലുണ്ട അവർ ജീവിക്കണത്. ആശയറ്റ മനുഷ്യരുടെ പ്രത്യാശയായിരുന്നു ആ നേതാക്കന്മാർ. അവരാണ് യഥാർത്ഥ ജനനായകന്മാർ. ഇനി ഉണ്ടാകുമോ ഇതുപോലുള്ള ഇതിഹാസ നായകന്മാർ? സഹനം സമരം കനൽ ജ്വാല കേരള VS എന്ന മുദ്രാവാക്യം അതാദ്യമായി വിളിച്ച കിഷോറാണ്. ഇപ്പോൾ വികാര വായ്പോടെ VSനെ അവസാനമായി ഒരു നോക്കി കാണാൻ ആലങ്കോട് കാത്തു നിൽക്കുകയാണ്. VS എന്നാൽ ചരിത്രമാണ്. VSനെ കൂടുതൽ ഇഷ്ടപ്പെടുന്നതിന് കാര്യം എന്താ? അങ്ങനെയാണ്. അതിന് പകരം വെക്കാൻ ഇനി മറ്റൊരാൾ ഉണ്ടാകുകയില്ല എന്നാണ് എന്റെ വിശ്വാസം. അത്രയ്ക്ക് മനുഷ്യ എല്ലാവരും